ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ വി ഡി സതീശന്റെ ഈ പ്രസ്താവനയ്ക്കും ഒപ്പം തന്നെ സണ്ണി ജോസഫിന്റെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സമീപനത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, നമുക്കറിയാം അദ്ദേഹം പരസ്യമായൊരു പിന്തുണ നൽകുന്നില്ല, അങ്ങനെയെങ്കിൽ അത് രഹസ്യമല്ലേ എന്നൊരു ചോദ്യമാണ് ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നത്. അതിങ്ങനെയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ നേതൃത്വമാണ് UDF എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം അത് യാഥാർത്ഥ്യമായി ഇന്നിപ്പോൾ സതീശന്റെ ഈ വാക്കുകൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ മതരാഷ്ട്രവാദത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി വീണ്ടും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൂട്ടുചേരുന്നത് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘപരിവാറിന് കീഴ്പ്പെട്ടാണ് വോട്ട് ചോരി ആരോപണങ്ങളിലൂടെ വ്യക്തമാകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഇന്നിപ്പോൾ നിർണായകമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയിട്ടുണ്ടായിരുന്നത്. പല കാര്യങ്ങളിലും അദ്ദേഹം ഇന്ന് പ്രതികരിച്ചു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. സംസ്ഥാന വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം കൂട്ടുകക്ഷിയായി പ്രവർത്തിക്കാനാണ് UDFന്റെ തീരുമാനമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മതരാഷ്ട്രവാദത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി വീണ്ടും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൂട്ടുചേരുന്നത്. സംസ്ഥാനത്തെ LDF മുന്നേറ്റത്തെ എങ്ങനെയെങ്കിലും തടയണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ നേതൃത്വമാണ് UDFന്. വളരെ ഗൗരവത്തിലാണ് ആ പ്രശ്നം ഉന്നയിക്കുന്നത്. ആശയ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് UDFന്. വർഗീയ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും ശക്തമത്തായിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറുക. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയെ സംബന്ധിച്ച് അപകടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമുമായി അവർ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയല്ല, അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് UDF ഐക്യം അവരുടെ ഒരു കൂട്ടുകക്ഷി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം പരസ്യമാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. പരസ്യമായി കൂട്ടുകെട്ടില്ല എന്ന് പറഞ്ഞാൽ രഹസ്യമായി ഉണ്ട് എന്നാണ് അർത്ഥമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജമാഅത്തെ ഇസ്ലാമിയുമായി ഉള്ള ബന്ധം പരസ്യമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്ത. ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ രഹസ്യ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. സംഘപരിവാറിന് കീഴ്പ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്നുവെന്നതിന്റെ തെളിവാണ് വോട്ട് ചോരി ആരോപണം. രാഹുൽ ഗാന്ധി തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വോട്ട് ചോരിയിൽ കേരളത്തിൽ നല്ല ജാഗ്രത ഉണ്ടാകണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.